ഹായ് നമസ്കാരം. ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ വീട്ടിൽ വന്ന് സമാധാനപരമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ അവിടെ നിന്ന് വീഡിയോ ചെയ്യാഞ്ഞത്. ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് പ്രിയപ്പെട്ട മമ്മൂക്കയുടെ പുതിയ ചിത്രമായിട്ടുള്ള ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയുടെ റിവ്യൂ പറയാൻ ഇരിക്കുന്നത്. അപ്പോൾ ഒരു പ്രതീക്ഷയുമില്ലാതെ കാണാൻ പോയ സിനിമയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള 1-2 വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തിരുന്നു. ഒരു പ്രതീക്ഷയില്ല. ടീസർ വന്നപ്പോഴും ട്രെയിലർ വന്നപ്പോഴും ഒന്നും ഒരു പ്രതീക്ഷയില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞ കടുത്ത മമ്മൂട്ടി ഫാനാണ്. ഇപ്പോഴും ഇതൊക്കെ പറഞ്ഞ് ഇന്നലേക്ക് ഞാനൊക്കെ വീഡിയോ ചെയ്തപ്പോഴും ചെറിയൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാതെയാണ് സിനിമാ തിയേറ്ററിൽ കയറി ഇരുന്നത്. അങ്ങനെ സിനിമ തുടങ്ങി. മമ്മൂക്ക അടുത്ത കാലത്ത് ഏറ്റവും ഹാപ്പിയായിട്ട് സന്തോഷിച്ച് അഭിനയിച്ച സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. നമുക്ക് മമ്മൂക്കേനെ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അറിയാൻ സാധിക്കും. എന്താണെങ്കിൽ മമ്മൂക്കയ്ക്കൊരു പ്രത്യേകതയുണ്ട്. മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയിൽ ആൾ ഭയങ്കര ജോളിയൊക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പിയായിട്ട് അഭിനയിക്കും. ചില സിനിമയിൽ അറിയാം ആൾക്ക് ഇഷ്ടമില്ലാണ്ട് അഭിനയിക്കാമെന്ന്. അങ്ങനെ സിനിമകളൊക്കെ പരാജയപ്പെട്ട് പോയിട്ടുണ്ട്. മമ്മൂക്ക വളരെ ആക്റ്റീവായിട്ട് ഉഷാറായിട്ട് അഭിനയിക്കുന്ന സിനിമകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വിജയിച്ചുള്ള സിനിമകളാണ്. ഇത് ഇന്നലെ ഞാൻ പറയുന്നതല്ല, പണ്ടേ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. മമ്മൂക്കേനെ ഇഷ്ടപ്പെടുന്നവർ പലരും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ സിനിമയിൽ മമ്മൂക്ക ചെയ്യുന്ന ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. അതായത് പോലീസിൽ നിന്നും വിരമിച്ച CI ആയി വിരമിക്കല്ല, വളണ്ടറി റിട്ടയർമെൻ്റ് ഒക്കെ എടുത്ത് സ്വന്തമായി ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്ന ഒരു വ്യക്തി. ഒരു പ്രത്യേക കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ. സാധാരണ മനുഷ്യരുടെ ചിന്താഗതിയും കാര്യങ്ങളൊന്നുമില്ല. ഒരു വെറൈറ്റി ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പറ്റിയ ഒരാളെ അസിസ്റ്റൻ്റായിട്ട് കിട്ടാൻ വേണ്ടി നിന്ന് അങ്ങനെ ഗൂഗിൾ സുരേഷിനെ എടുക്കുന്നതും, അതുപോലെ തന്നെ അദ്ദേഹം താമസിക്കുന്ന വീട്, വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ അവിടുത്തെ അമ്മ അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീ, 70 വയസ്സായ സ്ത്രീ, അവർക്ക് കൃത്യമായിട്ട് വാടകയൊന്നും കൊടുക്കാത്ത ചെറിയ നൈസ് ഉടായ്പൊക്കെ ആയിട്ടുള്ള CI ഡൊമിനിക്കായിട്ടാണ് മമ്മൂക്ക വേഷമിടുന്നത്. അപ്പോൾ ചെറിയ കേസുകളൊക്കെയാണ് അദ്ദേഹം ആദ്യം പിടിക്കാൻ നടക്കുന്നതും കാണിക്കുന്നതൊക്കെ. കോമഡി റോളിലാണ്. അതൊക്കെ നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. പക്ഷേ പലരും പല വീഡിയോസിലും മറ്റുള്ള പറഞ്ഞു ഗൂഗിൾ സുരേഷ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോഴും ഗൂഗിൾ സുരേഷിനെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എന്തൊരു ചെറിയൊരു കല്ലുകടി അദ്ദേഹത്തിന്. പാവമാണ് കേട്ടോ, നല്ല ഒരു പാവം പയ്യനാണ്, അല്ലാതെ അഹങ്കാരിയായിട്ടുള്ള നടന്നല്ല. പക്ഷേ ഒരു ചുറുചുറുക്ക് കുറവ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഈ സിനിമയിലും അദ്ദേഹത്തിൻ്റെ ചുറുചുറുക്ക് കുറവ് എനിക്ക് ഫീൽ ചെയ്തു. എന്നാലും മമ്മൂക്ക ഈ പറഞ്ഞ പോലെ തന്നെ പലരും പറഞ്ഞ പോലെ മമ്മൂക്കയും സുരേഷ് ഗോപിയുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് സുരേഷ് ഗോപിനെ പൊക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അഭ്യാസം. പല സിനിമകൾ ഇതിനു മുമ്പും സുരേഷ് ഗോപിയുടെ ഈ ഗൂഗിൾ സുരേഷിനെ പൊന്തിക്കാൻ വേണ്ടി ഒരു സിനിമ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. മമ്മൂക്കയുടെ ക്യാരക്ടർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ കഥാപാത്രം, കാർത്തിക്കും പൂജയും ഒക്കെയുള്ള കഥാപാത്രം കടന്നു വരുന്നു. പിന്നെ അതിൻ്റെ അന്വേഷണം കാര്യങ്ങളും അങ്ങനെ പോകുന്ന സിനിമ. അങ്ങനെ ഒരു സ്ലോ ബേസിൽ പോകുന്നൊരു സിനിമയാണ്. എങ്കിലും ബോറടി ഒന്നുമില്ല. നമുക്കിങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. എന്തായാലും ഗംഭീര സിനിമയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഗംഭീര സിനിമയല്ല. എന്നാലും മോശം സിനിമയാണോ എന്ന് ചോദിച്ചാൽ മോശം സിനിമയല്ല. ഒരു എബോ ഏവറേജ് സിനിമയാണ്. അതായത് മോശമല്ല എന്നാൽ നല്ലതുമല്ല, അങ്ങനെ ഒരു എബോ ഏവറേജ് നിൽക്കുന്ന ഒരു സിനിമയാണ്. വാസുദേവൻ മേനോൻ്റെ സംവിധാനം അങ്ങോട്ട് 100% വർക്കൗട്ടായോ എന്ന് ചോദിച്ചാൽ ആയിട്ടൊന്നുമില്ല. പക്ഷേ മമ്മൂക്കയുടെ പെർഫോമൻസ് കൊണ്ട് ഈ സിനിമ വലിയ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാം എന്നാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. എന്തായാലും സിനിമ 1 ടൈം വാച്ചബിളാണ്. നല്ലൊരു സിനിമ തന്നെയാണ്. ഒരു എന്താ പറയുക, ഇൻവെസ്റ്റിഗേഷൻ ജോണറിൽ വരുന്ന സിനിമ. മമ്മൂക്ക ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. ഒരാളും മമ്മൂക്കയുടെ ക്യാരക്ടറിനെ കുറ്റം പറയില്ല. ക്യാരക്ടറിനല്ല, മമ്മൂക്കയുടെ അഭിനയത്തെ കുറ്റം പറയില്ല. ഒരു അവസാനമൊക്കെ ക്ലൈമാക്സൊക്കെ അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു 30 മിനിറ്റ് ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി ശ്രദ്ധിച്ച് കുറച്ചും കത്രിക വെച്ച് അല്ലെങ്കിൽ കുറച്ച് ലാഗിങ് ഒഴിവാക്കണമെങ്കിൽ ഒന്നും കൂടി നന്നായി വരുന്ന സിനിമയായിരുന്നു. എന്തായാലും ഈ സിനിമ നല്ലൊരു സിനിമ എന്ന് തന്നെ പറയാം. ഒരിക്കലും മോശം സിനിമയല്ല. മമ്മൂക്കയുടെ നല്ലൊരു സിനിമ.
മമ്മൂക്ക പരീക്ഷണങ്ങൾ ഇതുപോലെ പരീക്ഷണം കാഴ്ചവെക്കും. ഇതിപ്പോൾ ഈ പരീക്ഷണം ഏറ്റെടുക്കാൻ ഇന്നത്തെ തലമുറയിൽ പോലും ആരും ഉണ്ടാവില്ല. മമ്മൂക്ക പരീക്ഷണം ഏറ്റെടുത്ത് മമ്മൂക്ക് ഈ സിനിമ വിജയിച്ചാലും പരാജയപ്പെട്ടാലും യാതൊരു പ്രശ്നമില്ല. പരാജയപ്പെടില്ല, കാരണം വളരെ ചിലവ് കുറഞ്ഞ സിനിമയാണ്. മമ്മൂക്കയ്ക്ക് മാത്രം പൈസ, മമ്മൂക്കയ്ക്ക് ഗൗതം GVMന് മാത്രം പൈസ കൊടുക്കേണ്ട, ബാക്കിയുള്ളവർക്കൊക്കെ അറിയാത്ത ആൾക്കാരൊക്കെയാണ് നമ്മൾ ഇതിൽ നായികയും മറ്റുള്ളവർക്ക് അഭിനയിച്ചുള്ളത്. ബാക്കിയുള്ളവർ ചെറിയ റോളിലൊക്കെ വന്ന് പോകുന്നു. സിദ്ദിഖായാലും അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് വളരെ ചെറുതായിട്ട് വന്നു പോകുന്നു. ഗൂഗിൾ സുരേഷിനൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. തോളത്തിൽ 2 തട്ട് തട്ടി ഷെയ്ക്കൻ്റെ കൊടുത്ത് വിട്ടാൽ മതി. അത് മമ്മൂക്കയുടെ കൂടെ ഫുൾ ടൈം അല്ല ഫുൾ ത്രൂ ആയിട്ടുള്ള കഥാപാത്രം കിട്ടിയതിന് അദ്ദേഹത്തിന് സന്തോഷിക്കാം. എന്തായാലും വളരെ ചിലവ് കുറഞ്ഞ സിനിമ, ഒരിക്കലും പരാജയപ്പെടില്ല. എന്തായാലും ഗംഭീര സിനിമയല്ലെങ്കിലും നല്ലൊരു സിനിമ തന്നെയാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.